നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. പത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് നോക്കാം. പെഞ്ച് ടൈഗർ റിസർവ് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്കാണ് നമ്മുടെ പെഞ്ച് ടൈഗർ റിസർവ്. നമുക്കറിയാം പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിന് ഇന്ത്യയിലെ തന്നെ അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ പാർക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പ്രത്യേകതയും ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാർക്കിന് വന്നിരിക്കുകയാണ്. ആഗോള ജ്യോതിശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ആരാണിത് നൽകിയത്? നമ്മുടെ ആഗോള ജ്യോതിശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഡാർക്ക് സ്കൈ പാർക്ക് അസോസിയേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന ആ ഒരു പദവി നൽകുന്ന ആരാണ്? ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ്. ഇവിടെ എന്താണ്? കൃത്രിമമായിട്ടുള്ള വെളിച്ചം കടക്കാതെയുള്ള പ്രകൃതിയുടെ സ്വാഭാവികതയും ഇരുണ്ട ആകാശത്തിൻ്റെ പരിസ്ഥിതിയും നിലനിർത്താൻ പ്രവർത്തിക്കുന്നു. എന്താണ്? വെളിച്ചം കടക്കാത്ത, നമുക്കറിയാം നല്ല നിബിഡമായിട്ടുള്ള വനങ്ങളിൽ ആണെങ്കിൽ എങ്ങനെയാണ്? പ്രകാശമൊന്നും കടക്കത്തില്ല അല്ലേ. അപ്പോൾ ചെറിയ ഇരുട്ട് പോലെ ഉണ്ടാവും, ചെറിയൊരു സന്ധ്യ മയങ്ങിയ പോലെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ത്? നമ്മുടെ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. അപ്പോൾ കൃത്രിമമായിട്ട് വെളിച്ചം കടക്കാതെ പ്രകൃതിയുടെ സ്വാഭാവികതയും ഇരുണ്ട ആകാശവും ഒക്കെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ കൃത്രിമ പ്രകാശത്തിൻ്റെ തടസ്സമില്ലാതെ, അതായത് വാന നിരീക്ഷണം സുഗമമായിട്ട് സാധ്യമാകുന്ന പ്രദേശങ്ങൾ, അതായത് കൃത്രിമമായിട്ടുള്ള പ്രകാശം, അതായത് നമ്മുടെ ലൈറ്റും നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന എല്ലാ ലൈറ്റുകളും എന്താണ്? കൃത്രിമ പ്രകാശമാണ് അല്ലെ. അങ്ങനെയൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ വാന നിരീക്ഷണം സുഗമമാക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളിലെയാണ് എന്ത് പറയുക? ഡാർക്ക് സ്കൈ പാർക്കുകൾക്കായിട്ട് പരിഗണിക്കുന്നത്. ഈ ഒരു പരിഗണന ലഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തതും ഏഷ്യയിലെ 5ാമത്തെയും പ്രദേശമാണേത്? പെഞ്ച്. അപ്പോൾ കൃത്രിമമായ ലൈറ്റുകളൊന്നും ഇല്ലാതെ നമ്മുടെ നിബിഡ വനങ്ങളിലുള്ള പോലെ ആ ഒരു ഇരുണ്ട ആകാശവും ഇരുണ്ട പരിസ്ഥിതിയും ഒക്കെ നിലനിർത്തുന്ന പ്രദേശങ്ങൾക്കാണ് ഡാർക്ക് സ്കൈ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തതും ഏഷ്യയിലെ 5ാമത്തെ പാർക്കാണേത്? നമ്മുടെ പെഞ്ച്. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഇരുണ്ട അന്തരീക്ഷമുള്ള പ്രദേശങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രകൃതിയിൽ ഇരുണ്ട പ്രദേശങ്ങൾ, അതായത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ലൈറ്റ് വളരെ കുറച്ച് മാത്രമുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങൾ നിലനിർത്തണമെന്ന് പറഞ്ഞ ആരാണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാത ആയ സെല്ല ടണൽ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി. നമുക്കറിയാം ഒറ്റ ഒരു തുരങ്കത്തിൽ കയറിയ എന്താണ്? നമുക്ക് കാഴ്ച കാണാൻ പറ്റൂല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തുരങ്കത്തിനുള്ള ഇരട്ട വരിയായിട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ 2 വാഹനങ്ങൾക്ക് ട്രെയിനിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇരട്ട വരി തുരങ്കപാതയായ സെല ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ സെല ടണലിൻ്റെ പ്രത്യേകത എന്താണ്? ഇരട്ട വരി തുരങ്കപാതയാണ്. അത് ഉള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര? 13,000 അടി ഉയരത്തിലാണ് ഈ പാത നിർമ്മിച്ചിട്ടുള്ളത്. 2 തുരങ്കങ്ങളാണ് പാതയിലുള്ളത്. 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണൽ, 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണലും അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുള്ള രക്ഷാക്കുഴൽ,
അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഈ ടണൽ അടഞ്ഞു പോയാൽ ഇല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നാളെ തായ്ലൻഡിലൊക്കെ കുട്ടികളൊക്കെ കുടുങ്ങിപ്പോയ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഗുഹ പോലെയുള്ള ഒരു ടണലിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ ട്യൂബ് ടണലും പുറത്ത് കിടക്കാനുള്ള രക്ഷാക്കുഴലും ഉൾപ്പെടുന്ന 1595 നീളമുള്ള മറ്റൊരു ടണലും എല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇനി ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ്. എന്താണ് ഈ ഒരു ടണൽ ഉണ്ടാക്കുന്ന മെത്തേഡ്? ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് അഥവാ NATM ഉപയോഗിച്ച് എത്ര കോടി രൂപയാണ്? 825 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാത നിർമ്മിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ സെല ടണൽ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാത കൂടിയാണ് ഇത് സെല ടണൽ. അടുത്തത് 2024 71ാം ലോക സുന്ദരിപ്പട്ടം മിസ് വേൾഡ് നേടിയത്. ഇപ്പോൾ 2024 ശ്രദ്ധിക്കുക. ക്രിസ്ത്യാന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്ത്യാന പിസ്കോവയ്ക്കാണ് 2024 71ാം ലോക സുന്ദരിപ്പട്ടം ലഭിച്ചത്. ലെബനനിൽ നിന്നുള്ള യാസ്മിന സെയ്റ്റൂൺ. യാസ്മിന സെയ്റ്റൂൺ ആണ് ഫസ്റ്റ് റണ്ണറപ്പ്. ഇനി ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് മത്സരിച്ച ആരാണ്? അത് സിനി ഷെട്ടിയാണ്. 22 വയസ്സുകാരിയായ സിനി ഷെട്ടിയാണ്. എന്നാൽ അവർക്ക് ഫൈനൽ റൗണ്ടിൽ പോലും ഇടം പിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2024 71ാം ലോകസുന്ദരി പട്ടം നേടിയതാരാണ്? ക്രിസ്ത്യാന പിസ്കോവയാണ്. ലെബനനിൽ നിന്നുള്ള യാസ്മിന സെയ്റ്റൂൺ ആണ് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച ആളാരാണ്? അത് സിനി ഷെട്ടി. അടുത്തത് വേദഘടികാരം. എന്താണ് അടുത്തത് വേദഘടികാരം. എന്താണ് വേദഘടികാരം? എവിടെയാണ് സ്ഥാപിച്ചത്? ഉജ്ജയിൻ, മധ്യപ്രദേശ്. എന്താണ് വേദഘടികാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? അത് ഉജ്ജയിനിലാണ്. നമുക്കറിയാം ഉജ്ജയിൻ മധ്യപ്രദേശിലെ ജന്തർ മന്ദറൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ, ടൂറിസ്റ്റ് പ്ലേസുമാണ്. അതുപോലെ തന്നെ നമ്മുടെ PSC ജന്തർ മന്ദർ ഇവിടെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉജ്ജയിനിലെ ജന്തർ മന്ദറിലുള്ള 85 അടി ഉയരമുള്ള ടവർ, ഉജ്ജയിനിലെ ജന്തർ മന്ദറിലെ 85 അടി ഉയരമുള്ള ടവറിലാണ് വിക്രമാദിത്യ വേദഘടികാരം സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ നെയിം? വിക്രമാദിത്യ വേദഘടികാരം. അതായത് നമ്മുടെ ജ്യോതിശാസ്ത്രമായിട്ട് വളരെ ബന്ധമുള്ളൊരു ഘടികാരമാണിത്. ഗ്രഹങ്ങളുടെ സ്ഥാനം, വൈദിക പഞ്ചാംഗം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഗ്രീൻവിച്ച് സമയം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതൊക്കെ ഈ ഒരു ക്ലോക്ക് പ്രദർശിപ്പിക്കും. എന്തൊക്കെയാണ്? ഗ്രഹങ്ങളുടെ സ്ഥാനം, വൈദിക പഞ്ചാംഗം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഗ്രീൻവിച്ച് സമയം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു ക്ലോക്കാണ് എന്ത്? വേദഘടികാരം. ഫുൾ നെയിം വിക്രമാദിത്യ വേദഘടികാരം. സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ജന്തർ മന്ദറിലുള്ള 85 ഉയരമുള്ള ടവറിൽ. അടുത്തത് ജോക്കോവിച്ച്. നമുക്കറിയാം പ്രായമേറിയ ആളുകളിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോക്കോവിച്ച്. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന ആ ഒരു പദവി നേടിയത് ആരാണ്? സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹത്തിൻ്റെ കൺട്രി പഠിച്ചു വെച്ചിരുന്നോളാം. സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആ ഒരു 1ാം റാങ്കുകാരനായ ഏറ്റവും പ്രായം കൂടിയ ആൾ എന്നുള്ള ആ ഒരു പദവി നേടിയിരുന്നത് നമ്മുടെ റോജർ ഫെഡറർ ആയിരുന്നു. നമ്മുടെ ഇതിഹാസ താരമായിരുന്ന റോജർ ഫെഡറർ ആയിരുന്നു. 36 വയസ്സും 21 ദിവസവും പ്രായമുള്ള ജോക്കോവിച്ച് ആരെ മറികടന്നു? നമ്മുടെ ഇതിഹാസ താരമായിട്ടുള്ള റോജർ ഫെഡറർ. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് സിംഗിൾസ് ചരിത്രത്തിൽ തന്നെ 1ാം റാങ്കുകാരനാവുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന പദവി നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ചാണ്. കവച്ചു വെച്ചത് ആരെയാണ്? ഇതിഹാസ താരമായ സർ റോജർ ഫെഡററെയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1ാം റാങ്ക് സ്വന്തമാക്കിയതിൻ്റെ റെക്കോർഡും ആർക്ക് തന്നെയാണ്? ജോക്കോവിച്ചിൻ്റെ പേര് തന്നെയാണ്. ജോക്കോവിച്ചിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും പ്രായം കൂടിയ ആ ഒരു
താരം ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1-ാം റാങ്ക് നിലനിർത്തിയതിൻ്റെ റെക്കോർഡ്. വനിതാ താരമായ സ്റ്റെഫി ഗ്രാഫിൻ്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1-ാം റാങ്ക് നിലനിർത്തിയതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. സ്റ്റെഫി ഗ്രാഫിനെ മറികടന്നിട്ടാണ് ഇപ്പോൾ ആരായിരിക്കുന്നത്? നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിൽ 1-ാം നമ്പർ റാങ്കുകാരൻ എന്ന റെക്കോർഡ്, ഏറ്റവും പ്രായം കൂടിയ 1-ാം റാങ്കുകാരൻ എന്ന പേര് നിലനിർത്തിയതും ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1-ാം റാങ്കുകാരൻ എന്ന പദവി നിലനിർത്തിയതും ആര് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച്. അടുത്തത് പാം ദോറിൽ വീണ്ടും ഇന്ത്യൻ സിനിമ. പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഏതാണ് പായൽ കബാഡിയ? അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന മൂവി ആരുടെയാണ്? പായൽ കബാഡിയ. ഈ ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ പാം അല്ലെങ്കിൽ പാംദോർ മത്സരിക്കാൻ അർഹത നേടുകയാണ് ഉണ്ടായത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം ലോക പ്രശസ്തമായ ക്യാൻ മൂവി ഫെസ്റ്റിവൽ നമുക്കറിയാം അല്ലേ? നമ്മുടെ ആക്ട്രസസ് ഒക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയിട്ട് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കുന്നതും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂവിയാണ് എന്ത്? പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അപ്പോൾ പാംദോറിൽ വീണ്ടും ഒരു ഇന്ത്യൻ സിനിമ 30 വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് ആ സിനിമ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അടുത്തത് ഹിഗ്സ്. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന കണം അല്ലേ, അതേതാണ്? ഹിഗ്സ് ബോസോണാണ്. ഹിഗ്സ് ബോസോണിൻ്റെ സാധ്യത പ്രവചിച്ച മെയിൻ ആളാരാണ്? നമ്മുടെ പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. അദ്ദേഹം ഏപ്രിൽ 9 അന്തരിക്കുകയുണ്ടായി. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണമാണ് അല്ലേ ഹിഗ്സ് ബോസോൺ. അപ്പോൾ ഈ ഹിഗ്സ് ബോസോണിൻ്റെ പഠനത്തിനായിട്ട് ഹിഗ്സും ബെൽജിയം സ്വദേശിയായ ഫ്രാൻസ്വാ എങ്കട്ടും ഇവർക്കാണ് 2013 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, ഹിഗ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ സാധ്യത ഹിഗ്സ് മുന്നോട്ട് വെച്ചത് 1964 എന്നാണ് ഹിഗ്സ് ഇങ്ങനെ ഒരു ദൈവകണമുണ്ട് അല്ലെങ്കിൽ ഒരു ഗോഡ്സ് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചത് 1964. എന്നാൽ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതോ 2014. 1924 നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ് ബോസ് രൂപം നൽകിയ ബോസോൺ കണികാ സിദ്ധാന്തമാണ് ഇതിനടിസ്ഥാനമായത്. അപ്പോൾ ഇത് നമ്മുടെ പീറ്റർ ഡബ്ല്യു ഹിഗ്സ് ഏതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഈ ദൈവകണം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്നുള്ള ഒരു കണത്തിനെ പറ്റി കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ ബോസിൻ്റെ ബോസോൺ കണിക സിദ്ധാന്തം. എന്താണ് ബോസോൺ കണിക സിദ്ധാന്തം? ജനീവയിലെ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ആസ്ഥാനത്താണ് ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലാർജ് ഹൈഡ്രജൻ കൊളൈഡർ. ഓക്കെ, ലാർജ് LHC. ഓക്കെ, എന്താണിത്? LHC. ഓക്കെ, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എവിടെയാണ്? യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്, സേൺ. ഓക്കെ, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് അറിയപ്പെടുന്നത് എന്താണ്? സേൺ എന്നാണ്. അവർ ഭൂമിക്കടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, LHC. ഈ ഒരു പരീക്ഷണങ്ങളാണ് എന്ത്? ദൈവഗണത്തിൻ്റെ അസ്തിത്വം 2012 തെളിയിച്ചത്. ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അല്ലെങ്കിൽ LHC ഭൂമിക്കടിയിൽ സ്ഥാപിക്കുമ്പോൾ ഇതിന് ഒരുപാട് എതിർപ്പൊക്കെ നേരിടേണ്ടി വന്നു. കാരണം ഒരു ദൈവഗണം അത് ദൈവത്തിന് മാത്രം കഴിയുന്നതാണ്. അങ്ങനെ സഭയിൽ നിന്നും ക്രൈസ്തവ സഭകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ ഒരു ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ഓക്കെ, കാരണം അത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം നശിക്കുമെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2012 ഇവർ, അതായത് നമ്മുടെ പീറ്റർ ഡബ്ല്യു ഹിഗ്സും അതേപോലെ തന്നെ ഫ്രാൻസ്വാ എങ്കട്ടും ചേർന്ന് ഈ ഒരു ദൈവഗണം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ അവർക്ക് 2013 നൊബേൽ പ്രൈസും ലഭിച്ചു. എന്നാൽ 1964 ഇങ്ങനൊരു കണമുണ്ട് എന്ന് മുന്നോട്ട് വെച്ചത് 1964 ഹിഗ്സ് തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനത്തിന്
അതിന് കാരണമായത് എന്താണ്? 1924 ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസ് മുന്നോട്ട് വെച്ച ബോസോൺ കണിക സിദ്ധാന്തം. ഏതാണ്? ബോസോൺ കണിക സിദ്ധാന്തം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കാണാം.